നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മുക്കത്ത് പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയത്. യുവതി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഗുരുതരമായ പരിക്കുകളാണ് യുവതിക്ക് പറ്റിയിട്ടുള്ളത്. വളരെ ഞെട്ടലോടെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. ആദ്യമൊന്നും തന്നെ വലിയ രീതിയിൽ പ്രതികൾ മുങ്ങിയപ്പോൾ വലിയ രീതിയിലൊരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഈ യുവതിയുടെ വീട്ടുകാർ ഒരു ഓഡിയോ അല്ലെങ്കിൽ അപകടത്തിന് തൊട്ട് മുൻപുള്ള ഈ യുവതിയെ പീഡിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ഹോട്ടൽ ഉടമയും രണ്ടുപേരും കൂടെ വരുന്നതിന് മുൻപുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങൾ വീട്ടുകാർ പുറത്തുവിട്ടതോട് കൂടിയിട്ടാണ് ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്. ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അത് കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ജീവന് വേണ്ടിയിട്ടായിരുന്നു തന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ആ യുവതി വളരെ നിസ്സഹായായി അവരോട് കേണപേക്ഷിക്കുന്നത് അതിന്റെ വീഡിയോ നമുക്കതിൽ കാണാൻ സാധിക്കും. പക്ഷെ എന്നിട്ടും പ്രതികൾ യാതൊരു തരത്തിലുള്ള ഒരു സഹതാപം തോന്നാതെ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. പക്ഷെ താൻ മരിച്ചോട്ടെ, എന്നിരുന്നാലും കുഴപ്പമില്ല, ഇവരുടെ കയ്യിൽ പെടില്ല എന്ന് കരുതിയാണ് ആ യുവതി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത്. താഴെ വീണിട്ടും കിടന്ന് അലറി വിളിച്ചിട്ടും ആ പ്രതികൾ വീണ്ടും ആ യുവതിയെ വലിച്ചിഴച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും തന്നെ ഓടിക്കൂടുകയും യുവതിയെ അവിടെ നിന്ന് അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ആ സമയത്ത് ഈ പ്രതികൾ പറയുന്നുണ്ടായിരുന്നത് ഫോൺ വിളിച്ച് മുകളിൽ നിൽക്കുകയായിരുന്നു, അതിനിടയിൽ കാല് തെന്നി താഴേക്ക് വീണതായിരുന്നു എന്നാണ്. പ്രതികൾ ഒളിവിൽ പോയേക്കുമായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 3-4 ദിവസത്തിന് പിന്നാലെ പ്രതികളെ പിടികൂടിയത്. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ മുക്കം പീഡന കേസിൽ പ്രതിയും ഹോട്ടൽ ഉടമയുമായ ദേവിദാസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ നടത്തുന്നത്. ഈ പറയുന്ന ഹോട്ടൽ ഉടമ ദേവിദാസ് ഭാര്യയ്ക്കൊപ്പം ടൂർ പോയ സമയത്ത് പോലും വളരെ മോശമായ രീതിയിൽ തനിക്ക് മെസ്സേജുകൾ അയച്ചിരുന്നുവെന്നും അതിജീവിത പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ആശുപത്രിയിലായിരുന്ന സമയത്തും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. ഈ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്തും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഇതിനു മുൻപ് പെൺകുട്ടിക്ക് അയച്ചിട്ടുള്ള അശ്ലീല മെസ്സേജുകൾ അതിന്റെ സ്ക്രീൻഷോട്ടുകളും തെളിവുകളും ഇവരുടെ കയ്യിലുണ്ട്, അത് പുറത്തുവിടും എന്നുള്ളത്. ഏതായാലും ജോലി ഉപേക്ഷിച്ച് പോയപ്പോഴെല്ലാം തന്നെ ക്ഷമ ചോദിച്ച് ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകി. എന്നാൽ മോശം പെരുമാറ്റം തുടരുകയെന്നതാണ് പെൺകുട്ടി ആരോപിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ആദ്യവട്ടം എനിക്ക് അയാൾ മോശമായി മെസ്സേജ് അയക്കുന്നത് ഭാര്യയ്ക്കൊപ്പം ടൂർ പോയ സമയത്താണ്. ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ടെന്നായിരുന്നു ആ സന്ദേശം. തുടർന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നീട് ഒരുപാട് സോറി പറഞ്ഞതുകൊണ്ട് പലതവണ സന്ദേശം അയച്ചു. പൈൽസിന്റെ അസുഖമാണ്, സർജറി വേണ്ടിവരുമെന്നും ഞാൻ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നും അയാൾ പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞതോടെ ബ്ലഡിൽ കുതിർന്ന അണ്ടർവെയർ കാണിച്ചിട്ട് നീ വന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോകില്ല എന്നായി. എൻ്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. തുടർന്ന് കരഞ്ഞ് കാല് പിടിച്ചതോടെ വീണ്ടും ഞാൻ പോയി തുടങ്ങി. പിന്നീട് കുറച്ചു നാളത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. 2 ആൺസുഹൃത്തുക്കളുമായി ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ ബീച്ചിലൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു. അവരിടയ്ക്ക് വീട്ടിലൊക്കെ വരികയും ചെയ്തിരുന്നു. അത് പുള്ളിക്ക് ഇഷ്ടമായില്ല. ഞാൻ ചോദിച്ചാൽ മാത്രമാണ് നിനക്ക് പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു. കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവദാസ്, ഹോട്ടൽ ജീവനക്കാരനായ റിയാസ്, സുരേഷ് എന്നിവരെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഏതായാലും പെൺകുട്ടിയുടെ മൊഴി കൂടുതൽ പുറത്തു വരുന്നതിൽ നിന്നും തലനാരിഴയ്ക്കാണ് ആ പെൺകുട്ടി അന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ആ പെൺകുട്ടി ജീവൻ പോയാലും വേണ്ടില്ല എന്ന് കരുതി മുകളിൽ നിന്ന് ഒരുപക്ഷെ താഴേക്ക് എടുത്ത് ചാടിയില്ലെങ്കിൽ ഈ 3 പേരും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൃത്യമായി ആസൂത്രണം ചെയ്തതിനു ശേഷമാണ് ഈ 3 പ്രതികളും കൂടി പെൺകുട്ടിയെ കടന്നാക്രമിക്കാനായി അന്ന് രാത്രിയിലെത്തിയത്. ആ സമയത്ത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെൺകുട്ടി. അതുകൊണ്ട് തന്നെ സ്ക്രീൻ റെക്കോർഡ് ആകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ക്രൂരത പുറം ലോകം കൂടി അറിഞ്ഞത്. ഈ സമയത്തെല്ലാം തന്നെ ഉപദ്രവിക്കരുത്, ദയവ് ചെയ്ത് എന്നെ വിടണമെന്ന പെൺകുട്ടി അലറിക്കരയുമ്പോൾ മോൾ അങ്കിളാണ്, ഒച്ച വെച്ചാൽ നിന്റെ മാനം പോകുമെന്നാണ് ഈ പറയുന്ന പിടിയിലായിട്ടുള്ള ഹോട്ടൽ ഉടമ ദേവിദാസ് പറയുന്നുണ്ടായിരുന്നത്. ഏതായാലും ഈ 3 പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ്. അതിനിടയിലാണ് പെൺകുട്ടിയുടെ ഇതിനു മുൻപും ഇയാൾ മോശമായി രീതിയിൽ പെരുമാറിയത് തരത്തിലുള്ള പെൺകുട്ടിയുടെ മൊഴിയും പുറത്തു വരുന്നത്.